ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും CPM നോമിനിയുമായ PS പ്രസാദിനെ പ്രത്യേക അന്വേഷണ സംഘമായ SIT അറസ്റ്റ് ചെയ്തത് കേരള രാഷ്ട്രീയത്തിലും അതുപോലെ തന്നെ CPMലും വലിയ ആഘാതവും കടുത്ത പ്രതിസന്ധിയുമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിലെ ദാരുണമായ തോൽവിയുടെ കാരണങ്ങൾ വിശദമായി പരിശോധിക്കാനും പാർട്ടി തലത്തിലുണ്ടായ വീഴ്ചകൾ ഗൗരവത്തോടെ ചർച്ച ചെയ്യാനും CPM സംസ്ഥാന കമ്മിറ്റി യോഗങ്ങൾ തിരുവനന്തപുരത്ത് തിങ്ങി നിറഞ്ഞ് നടക്കുന്നതിനിടയിലാണ് ഈ അതിസുപ്രധാനവും അതുപോലെ നിർണായകവുമായ അറസ്റ്റ് നീക്കം അപ്രതീക്ഷിതമായി കടന്നു വരുന്നത്. ശബരിമല വിഷയത്തിൽ തുടക്കം മുതൽ ഒടുക്കം വരെ ഭരണപരമായ വലിയ പിഴവുകൾ സംഭവിച്ചുവെന്നും അത് തെരഞ്ഞെടുപ്പ് തോൽവിക്ക് മുഖ്യ കാരണമായി മാറിയെന്നും പാർട്ടി യോഗങ്ങളിൽ സ്വയം വിമർശനാത്മകമായി വിലയിരുത്തപ്പെടുന്ന അതേ ഘട്ടത്തിൽ തന്നെയുണ്ടായ ഈ അറസ്റ്റ് പാർട്ടിക്ക് കനത്ത ഇരട്ടപ്രഹരമായി കൂടി മാറിയിരിക്കുകയാണ്. ഈ കേസിൽ കൂടുതൽ പ്രമുഖരായ രാഷ്ട്രീയ നേതാക്കളിലേക്ക് അന്വേഷണം നീളുമോ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമായി ഉയർന്നു വരുന്നത്. അതിൽ മുൻ ദേവസ്വം ബോർഡ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ നേരിട്ട് സംശയനിലയിൽ നിൽക്കുന്നു എന്നുള്ളതും ഈ കേസിന്റെ രാഷ്ട്രീയ പ്രാധാന്യവും CPMന്റെ ആശങ്കയും ഇരട്ടിയാക്കുന്നുണ്ട്. അതായത് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന് ഇതിൽ ബന്ധമുണ്ട് എന്നുള്ള രീതി തന്നെയാണ് SIT ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. മുൻ സർക്കാരിന്റെ കാലത്ത് ദേവസ്വം മന്ത്രിമാർക്ക് ഈ സ്വർണ്ണ തട്ടിപ്പിൽ പങ്കുണ്ടെന്ന കടുത്ത ആരോപണം കോൺഗ്രസ് അടക്കമുള്ള അന്നത്തെ പ്രതിപക്ഷം ശക്തമായി ഉന്നയിച്ചിരുന്നതാണ്. കേസിലെ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള കടകംപള്ളി സുരേന്ദ്രന്റെ അടുത്ത ബന്ധവും മുമ്പ് നടന്ന ചോദ്യം ചെയ്യലുകളും നേരത്തെ തന്നെ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നതാണ്. ഈ ചോദ്യം ചെയ്യലുകളുടെ ഒടുവിലാണ് കടകംപള്ളി സുരേന്ദ്രൻ നിലവിലെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും തമ്മിൽ നടന്ന ചില കൂടിക്കാഴ്ചകളുടെ നിർണായക ദൃശ്യങ്ങൾ പുറത്തു വന്നത്. കൂടിക്കാഴ്ച വരാനിരിക്കുന്ന അറസ്റ്റ് ഭയന്നുള്ള മുൻകൂട്ടിയുള്ള നീക്കമാണോ എന്ന രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നത് കൂടിയുണ്ടായിരുന്നു. എന്നാൽ ഇതൊന്നും കൂടാതെ രമേശ് ചെന്നിത്തലയുമായി കടകംപള്ളി നടത്തിയ കൂടിക്കാഴ്ചയും ഈ കേസുമായി ബന്ധപ്പെടുത്തി തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. എന്നാൽ ദേവസ്വം ബോർഡിന്റെ ദൈനംദിന ഭരണത്തിലോ സ്വർണ്ണപ്പാളികൾ കൈകാര്യം ചെയ്യുന്ന സാങ്കേതിക നടപടിക്രമങ്ങളിലോ മന്ത്രിമാർക്ക് നേരിട്ട് പങ്കോ ഇടപെടലോ ഇല്ലെന്ന ന്യായീകരണമാണ് കടകംപള്ളിയെ പ്രതിരോധിക്കാൻ CPM ഉയർത്തിക്കൊണ്ടിരുന്നത്. ഇതുവരെ പുറത്തുവന്ന തെളിവുകളിൽ സാങ്കേതികമായി മന്ത്രിയായിരുന്ന കടകംപള്ളിക്ക് പങ്കുള്ളതായി തെളിഞ്ഞിട്ടില്ല എന്നും പാർട്ടി കരുതുന്നുണ്ട്. എങ്കിലും കേസിലെ പ്രധാന പ്രതിയായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയിലോ അല്ലെങ്കിൽ അറസ്റ്റിലായ മറ്റു പ്രതികളുടെ മൊഴികളിലോ കടകംപള്ളി സുരേന്ദ്രന് എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടെന്ന് വ്യക്തമായാൽ അദ്ദേഹത്തിന്റെ കേസിൽ നേരിട്ട് ബന്ധിപ്പിക്കാൻ അന്വേഷണ സംഘത്തിന് സാധിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുകയും അന്വേഷണം കടകംപള്ളിയിലേക്ക് എത്തുകയും ചെയ്താൽ പാർട്ടിക്കും അതുപോലെ CPMനും ഇത് ന്യായീകരിച്ച് തിരികെ നിൽക്കാൻ കഴിയാത്ത വലിയ കടുത്ത പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്ന കാര്യം ഉറപ്പാണ്. പ്രത്യേകിച്ച് കേരളത്തിലെ ഏറ്റവും ദയനീയമായ തോൽവി ഏറ്റുവാങ്ങിയ ഈ സാഹചര്യത്തിൽ CPM വീണ്ടും കൂനിൽമേൽക്കൂര് പോലെ സ്വർണ്ണക്കൊള്ള വിഷയം വീണ്ടും വലിയ തിരിച്ചടിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കേസിൽ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ തൻ്റെ അറസ്റ്റ് ഉണ്ടായേക്കുമെന്ന് PS പ്രശാന്ത് ഫേസ്ബുക്കിൽ കുറിപ്പിട്ടതിന് തൊട്ട് പിന്നാലെയായിരുന്നു SITയുടെ വേഗത്തിലുള്ള ഈ നടപടി. നിലവിലെ സർക്കാരിൻ്റെയും രാഷ്ട്രീയ എതിരാളികളുടെയും കടുത്ത സമ്മർദ്ദം മൂലമാണ് ഇത്തരമൊരു നീക്കം തനിക്കെതിരെ ഉണ്ടാകുന്നതെന്ന് പ്രശാന്ത് ഫേസ്ബുക്കിൽ പരസ്യമായി ആരോപിച്ചിരുന്നെങ്കിലും CPM നേതൃത്വം പ്രശാന്തിനെ പൂർണ്ണമായും കൈവിടുന്നു എന്നുള്ള സൂചനകളാണ് നിലവിൽ നിൽക്കുന്നത്. പ്രശാന്തിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുള്ള കാര്യത്തിൽ പാർട്ടിക്കും ഉറപ്പില്ലെന്നും അന്വേഷണം അതിന്റെ പൂർണ്ണമായ നിയമപരമായ വഴിക്ക് പോകട്ടെ എന്നുമാണ് പ്രമുഖ CPM നേതാക്കളടക്കം ഒന്നടങ്കം പ്രതികരിച്ചിരിക്കുന്നത്. നിയമത്തിന് മുന്നിൽ സർക്കാരിനോ പാർട്ടിക്കോ ഒന്നും മറച്ചുവെക്കാനില്ലെന്നും തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെട്ടെ എന്നുള്ളതായിരുന്നു മുന്നേ തന്നെ ഈ മന്ത്രിയായിരുന്ന ആൾക്കാരെല്ലാം പറഞ്ഞത്. അതായത് മുൻ ദേവസ്വം മന്ത്രി VN വാസവനടക്കം മുതിർന്ന നേതാക്കളായ EP ജയരാജൻ ഇതെല്ലാം തുറന്നു പറഞ്ഞ അങ്ങനെയാണ്. പ്രശാന്ത് ഉന്നയിച്ച രാഷ്ട്രീയ പ്രേരിതമെന്ന ആക്ഷേപം അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാകാമെന്നും CPMന് അത്തരമൊരു പാർട്ടി നിലപാടില്ലെന്നും വാസവൻ കൂടുതൽ വ്യക്തമാക്കിയിട്ടുണ്ടാകും. കൂടാതെ PK ശ്രീമതി ടീച്ചർ അടക്കമുള്ളവർ പറഞ്ഞതും അത് അതിൻ്റെ വഴിക്ക് പോകട്ടെ എന്നുള്ളതാണ്. സ്വർണ്ണക്കൊള്ള വിഷയം ജനങ്ങൾക്കിടയിൽ പാർട്ടിയെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കിയെന്നും വലിയ തിരിച്ചടി ഉണ്ടാക്കിയെന്നും പൂർണ്ണമായി തിരിച്ചറിഞ്ഞാലാണ് ഇപ്പോൾ അതായത് അവർക്ക് കൃത്യമായി തിരിച്ചറിവുണ്ടായതിനാൽ മാത്രമാണ് ഈ ഘട്ടത്തിൽ ആരെയും സംരക്ഷിക്കേണ്ടതില്ലെന്ന കരുതലോടെയുള്ള തന്ത്രപരമായ നിലപാടിലേക്ക് പാർട്ടി നേതൃത്വം എത്തിച്ചേർന്നിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷത്തിൽ ഈ പറഞ്ഞ സ്വർണ്ണക്കൊള്ള വിഷയം ആണ് CPMന് ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടാക്കുന്നത്. ആ തിരിച്ചടി ഉണ്ടാകാനുള്ള പ്രധാന കാരണമെന്നത് സ്വർണ്ണക്കൊള്ള വിഷയം എത്രത്തോളം ന്യായീകരിക്കാൻ സാധിക്കുമോ അത്രത്തോളം ന്യായീകരിച്ച് CPM മുന്നോട്ട് പോയി തന്നെയാണ്. ഇതൊന്നും കൂടാതെ ഈ പറഞ്ഞ വെള്ളാപ്പള്ളി നടേശൻ്റെ പേരിലൊക്കെ CPM ഏറ്റുവാങ്ങിയ പ്രശ്നങ്ങളെന്ന് പറയുന്നത് വലിയ പ്രശ്നങ്ങൾ തന്നെയാണ്. തുടർന്ന് സ്വർണ്ണക്കൊള്ള വിവാദം കൂടി ഉണ്ടായപ്പോൾ പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥ. അപ്പോഴും ഇവരുടെ ന്യായീകരണം അങ്ങറ്റം വരെ എത്തുന്ന സിറ്റുവേഷൻ ഉണ്ടായി. അതിനെ തുടർന്നാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ദയനീയമായ തരം താഴ്ന്ന തോൽവി CPMന് ഏറ്റുവാങ്ങേണ്ടി വന്നത്. CPM നോമിനിയായി ദേവസ്വം ബോർഡ് തലപ്പത്തേക്ക് എത്തിയ മൂന്നാമത്തെ ആളാണ് ഈ കേസിൽ അറസ്റ്റിലായി ജയിലിലാകുന്നതെന്നതും വിഷയത്തിന്റെ ആഘാതം വർദ്ധിപ്പിക്കുന്നുണ്ട്. മുമ്പ് ദേവസ്വം ബോർഡ് അധ്യക്ഷനായിരുന്ന A പത്മകുമാറും കേസുമായി ബന്ധപ്പെട്ട സംശയത്തിന്റെ നിലയിലാണ്. മുമ്പുണ്ടായിരുന്ന ഭരണസമിതികളും തന്ത്രിയും കേസിൽ പ്രതിസ്ഥാനത്തുമുണ്ട്. 2019 ശബരിമല സന്നിധാനത്തെ ദ്വാരപാലക ബിംബങ്ങളിൽ പൊതിഞ്ഞിരുന്ന സ്വർണത്തിന്റെ അളവ് തിരിമറി നടത്തി കുറയ്ക്കുന്നതിലും ആ തട്ടിപ്പ് പുറത്തറിയാതെ പൂർണ്ണമായി മറച്ചു വെക്കുന്നതിനുമായി
പ്രതികൾ കൃത്യമായി ക്രിമിനൽ ഗൂഢാലോചനകൾ നടത്തിയെന്നാണ് SITയുടെ പ്രധാന കണ്ടെത്തൽ. ദേവസ്വം ബോർഡിന്റെ കർശനമായ ചട്ടങ്ങളും നിയമങ്ങളും ഹൈക്കോടതിയുടെ മുൻകാല നിർദ്ദേശങ്ങളും എല്ലാം കാറ്റിൽ പറത്തി ദ്വാരപാലക പാളികൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോകാൻ അനുമതി നൽകിയത് സ്പോൺസറും ചില ഉന്നത ഉദ്യോഗസ്ഥരും ചേർന്ന് ദീർഘകാലമായി പദ്ധതിയിട്ട് നടത്തിയ ആസൂത്രിത നീക്കമായിരുന്നെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കുന്നുണ്ട്. കേസിൽ അടുത്ത സെപ്റ്റംബർ 3-ാം തീയതി കേസിൽ വീണ്ടും കോടതിയിൽ എത്തുന്നതിന് മുമ്പായി അന്തിമ കുറ്റപത്രം സമർപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് SIT സംഘം. കുറ്റപത്രം സമർപ്പിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള സുപ്രധാന റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം കോടതിയിൽ എത്തിയതിന് പിന്നാലെയാണ് ഈ നിർണായക അറസ്റ്റ് കൂടി നടന്നിരിക്കുന്നത്. അന്വേഷണത്തിന്റെ ഭാഗമായി സന്നിധാനത്ത് വീണ്ടും നേരിട്ടെത്തി സങ്കീർണമായ പല ശാസ്ത്രീയ പരിശോധനകളും പൂർത്തിയാക്കിയ ശേഷമാണ് പോലീസ് കേസ് നടപടികൾ വേഗത്തിലാക്കിയത്. കസ്റ്റഡിയിലെടുത്ത പ്രശാന്തിനെ കൊല്ലം പോലീസ് ക്ലബ്ബിൽ എത്തിച്ച ശേഷം വിശദമായി ചോദ്യം ചെയ്യലിന് വിധേയമാക്കിയ ശേഷമായിരിക്കും അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കുക. കേസിൽ സമാനമായ മറ്റ് പ്രതികളെയും കൊല്ലത്ത് തന്നെയാണ് ഹാജരാക്കിയിരിക്കുന്നത്. സെപ്റ്റംബർ 3-ന് മുമ്പ് കേസ് ഇനിയും പുതിയ അറസ്റ്റുകളിലേക്ക് പോകുമോ? അങ്ങനെയെങ്കിൽ പ്രശാന്ത് അവസാനത്തെ ആളാണോ അതോ പട്ടിക ഇനിയും നീളുമോ എന്നുള്ള വലിയ ചോദ്യവും ആശങ്കയുമാണ് ഇപ്പോൾ CPM-നുണ്ടാകുന്നതും അതുപോലെ കേരളത്തിൽ ഉയർന്നു വരുന്ന ആശങ്കയും. അതേസമയം തന്നെ അന്വേഷണ സംഘം ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിർദ്ദേശപ്രകാരമാണ് പ്രവർത്തിച്ചിരുന്നെങ്കിലും സർക്കാരിൻ്റെ രാഷ്ട്രീയ പ്രേരണ കേസിലുണ്ടെന്ന സംശയം ഇപ്പോഴും നിലനിൽക്കുന്നു. അതായത് CPM-ന്റെ ഒരു സമ്മർദ്ദം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആദ്യമേ ഉണ്ടായിരുന്ന ആക്ഷേപം. ദേവസ്വം മന്ത്രി കൂടിയ K. മുരളീധരൻ SITക്ക് നൽകിയ കത്തിൻ്റെ പശ്ചാത്തലത്തിൽ രാഷ്ട്രീയ പ്രേരിതമെന്ന ആരോപണം CPM-ഉം ചില ഘട്ടങ്ങളിൽ ഉയർത്തുന്നുണ്ട്. കഴിഞ്ഞ തവണ CPM-ലെ പ്രതിനിധിയെ അറസ്റ്റ് ചെയ്യാതിരുന്നതിൽ കോൺഗ്രസ് ആരോപിച്ച രാഷ്ട്രീയ പ്രേരിതമെന്നാണ്. ഇപ്പോഴത്തെ ഈ അറസ്റ്റ് ഉണ്ടാകുന്നതിൽ CPM ആരോപിക്കുന്നതും രാഷ്ട്രീയ പ്രേരിതം എന്ന് തന്നെയാണ്. കേസിൽ നാളെ നടക്കുന്ന CPM സംസ്ഥാന സമിതിക്ക് ശേഷമുള്ള വാർത്താ സമ്മേളനത്തിൽ പാർട്ടിയുടെ അന്തിമവും ഔദ്യോഗികമായ നിലപാട് കൂടുതൽ വ്യക്തമാവുകയും ചെയ്യും. ഈ വലിയ രാഷ്ട്രീയ കോളിളക്കങ്ങൾക്കിടയിൽ ശബരിമലയിൽ മറ്റൊരു നിർണായക ഭരണപരമായ തീരുമാനവും ഇന്ന് നടക്കുകയാണ്. സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിയായതിനെ തുടർന്ന് സ്വയം സ്ഥാനമൊഴിയാൻ സന്നദ്ധ അറിയിച്ച് കണ്ഠർ രാജീവര് ദേവസ്വം ബോർഡിന് കത്ത് നൽകിയിരുന്നു. അദ്ദേഹത്തിന്റെ അഭ്യർത്ഥനയും ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങളും കണക്കിലെടുത്ത് മകൻ ബ്രഹ്മദത്തനെ പുതിയ ശബരിമല തന്ത്രിയെ നിയമിക്കാൻ ദേവസ്വം ബോർഡ് യോഗത്തിൽ തീരുമാനമുണ്ടാകും. ഇതിന്റെ ഭാഗമായി വരാനിരിക്കുന്ന ചിങ്ങം 1-ന് തന്നെ ബ്രഹ്മദത്തൻ തന്ത്രിയെ ചുമതലയേൽക്കാനാണ് സാധ്യതകൾ കാണുന്നത്. കൂടാതെ മാളികപ്പുറം മേൽശാന്തിമാരുടെ അഭിമുഖ പാനലിലും തന്ത്രി മഹേഷ് മൗനർക്കൊപ്പം ബ്രഹ്മദത്തനെയും ഉൾപ്പെടുത്തുകയും ചെയ്യും. സ്വർണ്ണക്കൊള്ള കേസിലെ തുടർ അറസ്റ്റുകളും ശബരിമലയിലെ ഈ ഭരണപരമായ മാറ്റങ്ങളും വരും ദിവസങ്ങളിൽ കേരളത്തിന്റെ പൊതുസമൂഹത്തിലും രാഷ്ട്രീയത്തിലും സമാനതകളില്ലാത്ത വൻ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്ന കാര്യം ഉറപ്പ് തന്നെയാണ്. ഇനി CPM-ന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന കാര്യം ഉറപ്പ് തന്നെയാണ്. കാരണം ഇത്ര കാലവും ഈ പറഞ്ഞ സ്വർണ്ണക്കള്ളന്മാരെല്ലാം സംരക്ഷിച്ചത് CPM ആണെന്നുള്ള ആരോപണം നേരത്തെ തന്നെ ശക്തമായിരുന്നു. ഇപ്പോഴത്തെ വീണ്ടും അത് ഊട്ടിയുറപ്പിക്കുന്ന സാഹചര്യം കൂടി ഉണ്ടാവുകയും ചെയ്തു. ഇപ്പോഴത്തെ വീണ്ടും പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ CPM-ന് എന്തായിരിക്കും ന്യായീകരണം പറയുക എന്നുള്ള ചോദ്യം ഉണ്ടാകുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ വിവാദമുയർന്നു വന്നപ്പോൾ തന്നെ ഇതിൽ ഉൾപ്പെട്ടവരെ പൂർണ്ണമായി മാറ്റി നിർത്താൻ CPM തയ്യാറാകാതിരുന്നതാണ് ഇപ്പോൾ വലിയ രാഷ്ട്രീയ തിരിച്ചടിയായി പരിണമിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പത്മകുമാറിനെതിരെ അടക്കം ഗുരുതരമായ വിമർശനങ്ങൾ ഉയർന്നു വന്നിട്ടും അവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് പാർട്ടി കൈക്കൊണ്ടത്. എന്നാൽ ഇത്തവണ പ്രശാന്തിന്റെ കാര്യത്തിൽ അത്തരം സംരക്ഷണം പാർട്ടി നൽകിയിട്ടില്ല. BN വാസവൻ അഭിപ്രായപ്പെട്ടതുപോലെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അന്വേഷണ ഏജൻസി കണ്ടെത്തട്ടെ എന്ന നിലപാട് പാർട്ടിയുടെ ഇമേജ് വീണ്ടെടുക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗം കൂടിയാണ്. എന്നിരുന്നാലും കോൺഗ്രസിൽ നിന്ന് എത്തിയ പ്രശാന്തും പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന പത്മകുമാറും മുതിർന്ന നേതാക്കളുടെ വിശ്വസ്തരും അടക്കം ഒന്നടങ്കം കേസിൽ ജയിലിലാകുന്നത് ഇടതുമുന്നണിയെ വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രതിരോധത്തിലാക്കുകയും ചെയ്യും. അന്വേഷണം മുന്നോട്ട് പോകുന്നതോടെ കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ള കൂടുതൽ വമ്പന്മാർ കുടുങ്ങുമോ എന്ന ഭീതിയിലാണ് CPM കേന്ദ്രങ്ങളുമുള്ളത്.